Welcome all. Today we are going to see on McCormack and Yager taxonomy. ഇതൊരു taxonomy of science education ആണ്. According to McCormack and Yager taxonomy, they says that there is no science if there are no questions, no curiosity and no interest in learning more about the nature. ഈ McCormack and Yager taxonomy was proposed in 1989. It was proposed by the taxonomy of science education with 6 domains. 6 domains ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ നോളജ് ഡൊമെയിൻ, പ്രോസസ് ഡൊമെയിൻ, ക്രിയേറ്റിവിറ്റി ഡൊമെയിൻ, ആറ്റിറ്റ്യൂഡിനൽ ഡൊമെയിൻ, ആപ്ലിക്കേഷൻ ഡൊമെയിൻ ആൻഡ് നേച്ചർ ഓഫ് സയൻസ് ഡൊമെയിൻ. അതിൽ ഇനി ഒന്നാമത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോളജ് ഡൊമെയിൻ. അതിൽ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. അതായത് നിലവിലുള്ള ഫാക്ട്സ്, തിയറീസ്, ഹൈപ്പോത്തസിസ്, ഫോർമുല, ഇക്വേഷൻസ്, ലോസ് അതൊക്കെ ഒബ്സർവേഷനിലൂടെയും അല്ലെങ്കിൽ വിവിധതരം എക്സ്പെരിമെൻറ്റ്സിലൂടെയും കണ്ടെത്തുകയാണ്. അതാണ് നോളജ് ഡൊമെയിൻ. ഇനി രണ്ടാമത്തേതാണ് പ്രോസസ് ഡൊമെയിൻ. ഇതിൽ കൂടുതലായിട്ടും എക്സ്പ്ലോറിങ് ആൻഡ് ഡിസ്കവറിങ് ആണ് വരുന്നത്. അതായത് ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരുക എന്നൊരു എയിമാണ്. അത് ഇതിൽ ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതുവഴി കുട്ടികളിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് വരുന്ന ചില പ്രോസസ് സ്കിൽസാണ്. ആദ്യം കുട്ടികൾ നിരീക്ഷിക്കുന്നു, അതിൽ നിന്നും ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു, ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നു, അതിൽ നിന്നുള്ള മെഷേഴ്സ് കണ്ടുപിടിക്കുന്നു, പിന്നെ അതിലുള്ള സ്പേസ് ആൻഡ് ടൈം റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നു, ഇൻഫർ ചെയ്യുന്നു, പിന്നെ അതിലുള്ള പുതിയൊരു ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് കണ്ടുപിടിക്കുന്നു. ഇനി അടുത്തതാണ് ആറ്റിറ്റ്യൂഡ് ഡൊമെയിൻ. ഇതെന്ന് പറഞ്ഞാൽ കുറേ കൂടി ഫീലിംഗ് ആൻഡ് വാല്യൂയിങ് ആണ്. അതായത് അധ്യാപകർ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് ഐ ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം. ഇനി ലേണേഴ്സ് ആണെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളെ എൻജോയ് ചെയ്യാൻ, അത് നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതാണ് ഈ ആറ്റിറ്റ്യൂഡ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ. അതായത് മനുഷ്യൻ്റെ വികാരങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്ന, അവരിൽ കുറേ കൂടി പോസിറ്റീവായിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക ഒക്കെയാണ് ഈ ആറ്റിറ്റ്യൂഡ് ഡൊമെയിനിൽ അർത്ഥമാക്കുന്നത്. അടുത്തതാണ് അപ്ലിക്കേഷൻ ഡൊമെയിൻ. അപ്ലിക്കേഷൻ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ യൂസിങ് ആൻഡ് അപ്ലൈയിങ് ആണ്. അതായത് പുതിയ തരം എക്സ്പെരിമെൻറ്റ്സ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സിൽ കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് വെച്ചിട്ട് എങ്ങനെ കുറേ കൂടിയും സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു സാധ്യതയാണ് ഈ അപ്ലിക്കേഷൻ ഡൊമെയിനിൽ വരുന്നത്. ഇനി അവസാനമായിട്ട് നേച്ചർ ഓഫ് സയൻസ് ഡൊമെയിനാണ്. അതായത് കുറേ കൂടിയും ഒരു സയൻറ്റിഫിക് റിസർച്ചിനോട് അല്ലെങ്കിൽ കുറേ കൂടിയും അതിൻ്റെ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി കണ്ടുപിടിച്ച് അതിൽ എങ്ങനെ കുറേ കൂടി അതിൽ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ചേഴ്സ് കണ്ടുപിടിക്കാനായിട്ടും സയൻസിനെ എങ്ങനെ കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നേച്ചർ ഓഫ് സയൻസിൽ ഈ ഡൊമെയിനിൽ അർത്ഥമാക്കുന്നത്. അതായത് ഇതിൽ ജെന്യുവനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അതായത് സയൻസിനെ എങ്ങനെ ഈ നേച്ചുറൽ വേൾഡിൽ കൂടുതലും ഡെവലപ്പ് ചെയ്തിട്ട് ഇതിന് ടെക്നോളജി വർദ്ധിപ്പിക്കാമെന്നാണ് ഈ നേച്ചർ ഓഫ് സയൻസ് ഡൊമെയിൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെക്കോമാക്ക് ആൻഡ് യാഗർ ടാക്സോണമിയിൽ അർത്ഥമാക്കുന്നത്. താങ്ക് യു.